അപ്പം നേരത്തെ സലാം പറഞ്ഞതാണ്. ഒത്തിരി ആൾക്കാർ സലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ട് എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ചങ്കുകളെ വിശേഷം? കുറേയായി ലൈവിലേക്ക് വന്നിട്ട് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ലൈവിൽ ഒത്തിരി ആളുകളുണ്ട്. ഞാൻ ഇന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ ഒത്തിരി ആളുകൾ എന്താണ് വിഷയം എന്നറിയാനാണ്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഞാൻ പറയുന്ന ലൈവ് വീക്ഷിക്കാനും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒത്തിരി സഹോദരങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും നല്ലതാണെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾ വിലയിരുത്തുക. കാരണം നമ്മുടെ ഈ ചാരിറ്റി മേഖലയെ കുറിച്ചിട്ട് ആരെയും കുറ്റങ്ങൾ പറയാനല്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് പറയാനാണ്. ഞാൻ കമന്റുകളൊന്നും വായിക്കുന്നില്ല കേട്ടോ, അതേ പറഞ്ഞു തരാം. അപ്പൊ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഇനിയിപ്പോ ആർക്കെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതിക്കൊള്ളി, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ പറയാനുള്ളത് തുറന്നു പറഞ്ഞിരിക്കും. എങ്ങോട്ടാണ് നമ്മുടെ കേരള ചാരിറ്റിയുടെ പോക്ക്? ഞാനും ഒരുപാട് വർഷമായി ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ ഉണ്ട്. ഞാൻ ഈ പ്രവർത്തനത്തേക്ക് വന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. എന്നുവെച്ചാല് എന്ത് ചെയ്താലും മോശമായ രീതിയിൽ ഒരുപാട് തെറിവിളികളും ഒരുപാട് പ്രയാസങ്ങളും. പക്ഷെ അത് പലരും മനസ്സിലാക്കി, പലരും തിരുത്തിയിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ്, സന്തോഷം. ഇന്ന് നമ്മുടെ കേരള ചാരിറ്റിയിലെ ചാരിറ്റി പ്രവർത്തനത്തിലും കൂടുതൽ ഇന്ന് എൻജോയ്മെന്റ് എന്നുള്ള ഒരു മേഖലയ്ക്ക് നമ്മുടെ ചാരിറ്റി മേഖല മാറിയിട്ടുണ്ട്. അത് ഞാൻ എല്ലാവരെ കുറിച്ചിട്ടും അല്ല പറയുന്നത്, ചില ഗ്രൂപ്പുകളെ കുറിച്ചിട്ട്, ചില വ്യക്തികളെ കുറിച്ചിട്ട്. അപ്പം എല്ലാരും ആ ഒരു ഗണത്തിലേക്ക് നിങ്ങൾ അളക്കരുത്, നിങ്ങൾ പറയരുത്. പക്ഷെ ചില ഗ്രൂപ്പുകളിൽ ഇന്ന് എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ദിവസം കണ്ട് ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഗ്രൂപ്പുകൾ വെച്ചാല് ഒന്ന് പറവേണമെങ്കിൽ നാളെ ചിറക്, മറ്റന്നാൾ ഐസും കട്ട, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എന്താ പറയാ, ഇല്ലാത്ത പേരുകളില്ല. പല പേരുകളിലും വാട്സപ്പ് കൂട്ടായ്മകൾ നിരന്തരം നമ്മുടെ നാട്ടിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. വാട്സപ്പ് ഒന്ന് തുറക്കാൻ വയ്യ. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ എന്താണ് ഈ നാടിനുണ്ടാവുന്ന ഉപദ്രവം, ഇതിനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും വിലയിരുത്തിയിരുന്നോ? എന്നാൽ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് പല കുടുംബങ്ങളും ഇന്ന് അനാഥയാവാൻ പോകുകയാണ്. ഇന്ന് പല ആണുങ്ങളായാലും പല സ്ത്രീകളായാലും എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. കാരണം സ്വന്തം ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിൽ പോലും ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങോട്ടാണ് ഇവർ പോകുന്നത്? എങ്ങോട്ടാണ് ഈ നമ്മുടെ ചാരിറ്റിന്റെ പോക്ക്? ഇന്ന് ഒരു കൂട്ടായ്മയിൽ ഒരു പ്രവർത്തനം, ഇന്നിപ്പോ ഒരു കൂട്ടായ്മയിൽ ഒരു യത്തീംഖാനയിൽ ഫുഡ് കൊടുക്കണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ ഫുഡ് കൊടുക്കണ്ടെങ്കിൽ, നാളെ വേറെ ഇതേ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി പറവകളാണെങ്കിൽ പറവകളുടെ ചിറകുകള്, അങ്ങനെ തൊട്ടിട്ട് ഓരോ ഗ്രൂപ്പിലും 365 ദിവസവും പരിപാടികളാണ്. വെച്ചാൽ വൃദ്ധസദനത്തിൽ ഫുഡ് കൊടുക്കാൻ പോവുക, യത്തീംഖാനയിൽ ഫുഡ് കൊടുക്കാൻ പോവുക, അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കാൻ പോവുക. ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഇറങ്ങിപ്പോവാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയി മാറിയിട്ടുണ്ട് ഇന്ന് ചാരിറ്റി എന്ന് പറയുന്ന ഈ മേഖല. ഈ വീട്ടിൽ നിന്ന് രാവിലെ പെണ്ണുങ്ങൾ മാറ്റി ഒരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്, അവിടെ ചോറ് കൊടുക്കാൻ പോണി. എവിടേക്കാണ് ഇവർ പോകുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇന്ന് ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രേമത്തിന്റെ ഒരു പ്ലാറ്റ്ഫോം മാത്രമായി മാറി. രാവിലെ വീട്ടിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി കാറേറ്റി വരുന്നു, ഏതെങ്കിലും ആണുങ്ങൾ കാറേറ്റി വരുന്നു, അതിൽ കയറുന്നു, അതിൽ പോകുന്നു, അവിടുന്ന് ബീച്ചിലേക്കും പാർക്കിലേക്കും പോകുന്നു, അവിടുന്ന് എൻജോയ്മെന്റ് ചെയ്യുന്നു. വെച്ചാൽ ഇവിടെയുള്ള വൃദ്ധസദനത്തിലുള്ള അമ്മമാരോട് സംസാരിക്കാനോ അനാഥ കുട്ടികളെ ഒന്ന് കൊഞ്ചിക്കാനോ ഒന്നും ആർക്കും സമയമില്ല. അവരുടെ കാമുകന്മാരുമേറ്റി അവർ ആർമാദിക്കുന്നു. അതാണ് ഇന്ന് കേരളത്തിലെ ചാരിറ്റി പല ഗ്രൂപ്പുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ ഈ ഗ്രൂപ്പിലുള്ള അതേ ആളുകളെ തന്നെ അടുത്ത ഗ്രൂപ്പിലേക്കും ആഡ് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് പുതിയ ആളുകളല്ല. ഈ എല്ലാ ഗ്രൂപ്പിലും ഒരേ ആളുകൾ തന്നെയാണ് ഉള്ളത്. എന്നിട്ട് ഇന്ന് പോവുക, നാളെ പോവുക, മറ്റന്നാളെ പോവുക, ഡെയിലി ഇത് തന്നെയാണ് പരിപാടി. അപ്പം ഇതിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്താണ് ഇതുകൊണ്ട് കിട്ടാനുള്ളത്?
നമ്മള് അനാഥാലയത്തേക്ക് ഫുഡ് കൊടുക്കണം, പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കണം, ഒക്കെ ചെയ്യണം. അത് അവരുടെ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരും ആളുകളും പോയിട്ട് ചെയ്യാം. അല്ലാതെ എന്നും വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് ഇറങ്ങി പോവാന് ആർമാദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കാതിരിക്കുക. പല ആണുങ്ങൾക്കും ജോലിക്ക് പോവാൻ പോലും സമയമില്ല. കാരണം 365 ദിവസവും ഇവർക്ക് ഈ പരിപാടിക്ക് നടക്കുമ്പോ ഇവരെ കുടുംബം പോറ്റാൻ ഇവർക്ക് ഇവിടുന്ന വരുമാനം, ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അതിന്റെ ഒക്കെ പുറമെ ഇപ്പൊ അതുകൊണ്ട് നാളെ ചോദിക്കും, നീ വണ്ടി പോണില്ലേ ആക്കില്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ വണ്ടി പോകുന്നുണ്ടെങ്കിലും, ഞാൻ ചുരിദാർ ഇടുന്നുണ്ടെങ്കിലും, ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിലും ആരെ മുന്നിൽ ആർജവത്തോടെ പറയും എന്റെ ക്യാഷ് കൊണ്ടാണ് എന്നുള്ളത്. ഇന്ന് ചാരിറ്റി പ്രവർത്തനത്തിൽ നിന്ന് 1 രൂപ എടുത്ത് എന്നുള്ളത് ഒരു കുട്ടിക്ക് പോലും ഇന്ന് വരെ അത് പറയാൻ കഴിഞ്ഞിട്ടില്ല. വെറുതെ ശത്രുക്കൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് തന്നെയാണ് സീനനെ തളർത്താനും നോക്കുന്നതെന്ന് അടുത്തറിയുന്ന പല ആളുകളും അത് വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. കാരണം സീന ചാരിറ്റിയിലേക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചാരിറ്റി ഒന്നും എടുക്കൂല എന്നുള്ളത്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ, ഇന്ന് ലേഡീസിൽ ഏറ്റവും കൂടുതൽ വിമർശനം എന്റെ നേരെയാണ് വന്നത്. ഞാൻ ഇടുന്ന ചുരിദാറ്, ഞാൻ നടക്കുന്ന വണ്ടികളൊക്കെ, അതൊക്കെ എന്റെ അധ്വാനമാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് പലരും ജീവിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ചിട്ട് ഏതെങ്കിലും ഗ്രൂപ്പുകൾ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും ഇന്റെ നേരെ മാത്രം ടാർഗറ്റ് ചെയ്തു വന്നു. പക്ഷെ അതിന്റെ മറവിൽ ആർമാദിച്ച് ജീവിക്കുന്ന കുറെ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. അവിടേക്ക് ആർക്കും ശ്രദ്ധ പോയിട്ടില്ല. സ്വന്തം മക്കളെ നോക്കാനോ ഭർത്താവിനെ നോക്കാനൊന്നും ആർക്കും സമയമില്ല. നേരം വെളുക്കുക, ചുരിദാർ മാറ്റുക, ഇറങ്ങിപ്പോവുക. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഭർത്താക്കന്മാരായ നിങ്ങളോട്, നിങ്ങൾ നിക്കാഹ് ചെയ്ത പെണ്ണ് അവനവൻ ഉപയോഗിക്കുന്ന, അവന്റെ ഭാര്യ ഉപയോഗിക്കുന്ന കർച്ചിപ്പ് അത് നിങ്ങളല്ലാതെ മറ്റൊരുത്തം വാങ്ങിക്കൊടുത്തതാണെങ്കിൽ ഇത് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കാനുള്ള തന്റോടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് നിരന്തരം ഡ്രസ്സുകളും കാര്യങ്ങളും വാങ്ങിച്ചിട്ട് ഇവർ ആർമാദിച്ച് ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്യുന്നില്ല? സ്വന്തം ഭർത്താവിനെ വരെ എന്താ ചെയ്യാ, ഏതെങ്കിലും ഒരാളായിട്ടാണ് പരിചയപ്പെടുത്തിയാണ്ട് അവരുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് ഇവനൊരു പൊട്ടനാക്കി മാറ്റുക. എന്ത് ഇന്റെ ഭാര്യ നല്ല ശീലാവതിയാണ് എന്നുള്ള രീതിയിൽ ഇന്റെ ഭാര്യ പോകുന്ന റൂട്ട് എങ്ങോട്ടാന്ന് അവൻ അറിയുന്നുണ്ടോ? എന്റെ ഭാര്യ ആര് പൈസക്കുള്ള ചുരിദാറാണ് ഇടുന്നത്, എന്റെ മക്കൾ കഴിക്കുന്ന ഫുഡ് ആരതാണ്, വരുമ്പോ മന്തിയും അൽഫാമും കൊടുത്തിട്ട് ഹറാമായ ഭക്ഷണം സ്വന്തം മക്കളെ വയറ്റിലേക്ക് കൊടുക്കുന്നത് ഈ ഭർത്താവ് അറിയുന്നുണ്ടോ? പുരുഷന്മാര് പാവങ്ങളാണ്. അവര് കുടുംബത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയി അധ്വാനിക്കുന്നവരാണ്. അതിന്റെ ഇടയിൽ കടന്നിട്ട് മുതലെടുക്കുന്ന ഒത്തിരി ആണുങ്ങളുണ്ട്. ആ ആണുങ്ങൾ മുതലെടുക്കുമ്പോൾ സ്വന്തം ഭാര്യ അതിലേക്ക് ഇരയാവാതിരിക്കാൻ അവനാന്റെ ഭാര്യയെ വീടിന്റെ അകത്തളങ്ങളിൽ വളർത്താനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തിക്കൂടെ? എന്ത് ചാരിറ്റി പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്? 5 നേരത്തെ ഞാൻ 100% ഓക്കെ എന്നുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. ചിലപ്പോ എന്റേത് നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കലാഹായിട്ടുണ്ടാവും, ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. പക്ഷെ പറയേണ്ട സമയത്ത് പറഞ്ഞിരിക്കും ഞാന്. കാരണം ഇവിടെ ഒരു വൃദ്ധസദനത്തിലേക്ക് ഭക്ഷണം കൊടുക്കല്ല, ഒരു അനാഥാലയത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് ഇത് കൂട്ടം കൂടി ഒന്നായിട്ട് പോണ സമയത്ത് ഫർളുകൾ ഒഴിവാക്കിയിട്ട് ഇവർ എന്ത് നന്മ തേടിയിട്ടാണ് പോണത്? അപ്പൊ ഇതിന്റെ ആവശ്യം എന്താ? കാമുകന്മാർക്ക് മരം ചുറ്റി പ്രേമം പോലെ ഇവർക്ക് പ്രേമിക്കാനും ഇവർക്ക് സംഗമിക്കാനും ഇവർക്ക് ഉല്ലസിക്കാനും മാത്രമുള്ള ചാരിറ്റി പ്രവർത്തനമാക്കി മാറ്റിയിട്ടുണ്ട് ചില ഗ്രൂപ്പുകള്. എല്ലാ ഗ്രൂപ്പിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഗ്രൂപ്പുണ്ട്. അഡ്മിന്മാര് മാത്രം പോയിട്ട് പ്രവർത്തനം ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അതൊക്കെ എന്നും പരിപാടി നടത്തണ്ട. ഒരു വർഷത്തിൽ വാർഷികോ അല്ലെങ്കിൽ ഒരു സംഗമോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ടൂറൊക്കെ ഓക്കെ. ഇതല്ല, ഇത് മാസം കണ്ട് ദിവസം കണ്ട് പറഞ്ഞതിരി ടൂറ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സംഗമിക്കാനും വേണ്ടിയിട്ട് ബസ്സും കാര്യങ്ങളും വിളിച്ച് അതിൽ കടന്ന് ആർമാദിച്ച് പോവാനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാക്കിയിട്ട് ചാരിറ്റി പ്രവർത്തനം ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഒരു ചോദ്യം വരും, നീയും ഇതുപോലെ ജീവിക്കുന്നില്ലേന്ന്. ഞാൻ എന്ത് ജീവിച്ച്? ഞാൻ ഒരാളെ പൈസ കൊണ്ട് ജീവിച്ചിട്ടില്ല. ഞാൻ എന്റെ ക്യാഷ് കൊണ്ടാണ് ജീവിച്ചിട്ടുള്ളത്. ഞാൻ പല ഗ്രൂപ്പിനും സപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ പല ഗ്രൂപ്പിനും സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു. പക്ഷെ അതിലുള്ള നെറികേടുകൾ ഞാൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ എനിക്കെതിരെയാണ് ഇപ്പം വരുന്നത്. കാരണം സത്യങ്ങൾ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ ഗ്രൂപ്പ് എന്തിനാണ് ഇങ്ങനത്തെ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ നല്ലത് മാത്രം ഉദ്ദേശിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സംഗമിക്കാനുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾ എന്തിനൊരുക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതിന്
എന്നെ കുറ്റപ്പെടുത്തി ഇന്നെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ മക്കൾക്ക് ഉമ്മയില്ലാതാവും, മക്കൾക്ക് വാപ്പയില്ലാതാവും. ഈ കോലം കേരള ചാരിറ്റി പോയാൽ പല കുടുംബങ്ങളും താറ് തമ്മാറാവും. ഒരുപാട് കാര്യം എന്റെ കയ്യിലുണ്ട്. എനിക്ക് ആളെ പേരെടുത്ത് ഫോട്ടോ സഹിതം എനിക്ക് ഇതാക്കാം. പക്ഷേ ഒരാളെയും സമൂഹത്തിലേക്ക് വലിച്ചിടാൻ ഇതുവരെ ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ പലതും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പല കുടുംബങ്ങളും കുറ്റിച്ചോറാവും. എന്റെ അടുത്തുണ്ട്. ഈ മക്കളൊക്കെ ഉണ്ടായിട്ടും ഭർത്താക്കന്മാരൊക്കെ ഉണ്ടായിട്ട് പോരും എന്തൊക്കെ രസങ്ങൾ അറിയങ്ങള്. ഞാൻ ഇടുന്ന ടീഷർട്ടിനനുസരിച്ച് ഓളിടുന്ന ചുരിദാറ് ഒക്കെ ഒരേ കളറില്. എന്താ അതിന്റെ ഇടയിൽ കൂടെ ഏതെങ്കിലും ഒരു പെണ്ണ് കഷ്ടകാലത്തിന് ഓനിട്ട ടീഷർട്ടിന്റെ കളർ ഒരു ചുരിദാർ ഇട്ടു പോയോ, അടിയോടടി അവിടെ ഒരിഞ്ഞടി. ഈ ചാരിറ്റിയില് പല മേഖലക്കും പല എന്താ പറയാ ഇതുപോലെ ഫുഡ് കൊടുക്കണ പ്രോഗ്രാമിലൊക്കെ ചെല്ലുമ്പോണ്ടല്ലോ നടക്കണ അടിപ്പൂരെ കണ്ടിട്ടുണ്ടോ, ബഹു രസ കാണാന്. കാരണം മറ്റോള് ചിലപ്പോ അറിയാതെ ഇട്ടതാവും ആ കളറ് ഷോള്. എന്നാ പേരെന്താ, ഓൻ നേരത്തെ വിളിച്ചു പറഞ്ഞു ഇതേ ചുരിദാർ ഇന്റെ ടീഷർട്ടിനനുസരിച്ചുള്ള ചുരിദാർ ഇടണമെന്ന്. നേരത്തെ വാട്സപ്പ് ചെയ്യാ, ഞാൻ ഇന്ന കളർ ടീഷർട്ട് ഇടണത്, അതേ കളർ ചുരിദാർ ഇനി ഇടണമെന്ന്. എന്നിട്ട് ഒരുമിച്ച് ചുരിദാറൊക്കെ ഇട്ട് ഒരേ കളർ ഇട്ടാവും. ഓന്റെ ഭാര്യക്ക് പോലും ചിലപ്പോ ഒരു ചുരിദാർ എടുത്തു കൊടുത്തിട്ടുണ്ടാവൂല. ഇവിടെ ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇവര് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവനവന്റെ ഇഷ്ടമാണ്. ഇപ്പൊ നാളെ ഒരു പെണ്ണിന്റെ ഒരു വോയിസ് ഉണ്ട്, ഞാൻ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോ അത് ഞങ്ങളെ ഇഷ്ടമാണ്. ആരെ ചുരിദാർ വാങ്ങണം, അതുപോലെ തന്നെ ഞങ്ങൾ റൂം എടുക്കണം, ഞങ്ങള് ഇതെടുക്കണം എന്നൊക്കെ ഞങ്ങളെ താല്പര്യമാണെന്ന്. ശരിയാണ്, നിങ്ങളെ താല്പര്യമാണ്, ആരും എതിർക്കുന്നില്ല. പക്ഷെ അത് ചാരിറ്റിയുടെ മറവില് വേണ്ട. ചാരിറ്റിന്റെ പേര് പറഞ്ഞിട്ട് ഒത്തിരി ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഇവർക്ക് പ്രേമിക്കാനും സല്ലപിക്കാനും എന്തിനാണ് ഇവര് പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നതെന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഓരോ വ്യക്തിന്റെ താല്പര്യമാണ്. അവനാണ് ഇഷ്ടമുള്ള ആണ്ടപ്പുറം പ്രേമിച്ചോളി, ഇഷ്ടമുള്ള ആണ്ടപ്പുറം പൊയ്ക്കോളി, ഇഷ്ടമുള്ള ആണ്ടത് വാങ്ങി തിന്നോളിന്ന്. ഇപ്പൊ നാളെ ഒരുത്തി ലൈവിൽ എന്നിട്ട് വരെ പറയുന്നുണ്ട്, എന്തറിയോ, ഞാൻ മറ്റുള്ളവരത് വാങ്ങിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, മറ്റുള്ളവർ തന്നത് തന്നെയാണ് വീട്, മറ്റുള്ളവർ തന്നത് തന്നെ ചുരിദാർ എന്നൊക്കെ. ഒരു രൂപന്റെ ഒരു ജോലി പോലും ഒരു വരുമാനം പോലും ഇവർക്കാർക്കില്ല. എന്നിട്ട് ഇന്നിറങ്ങണ ചുരിദാർ, നാളെ ഇറങ്ങണ ലാച്ച, മറ്റന്നാൾ ഇറങ്ങുന്ന മിടി ഇട്ടിട്ട് ആർമാദിച്ച് ജീവിക്കുമ്പോ ഇതൊക്കെ സ്വന്തം കുടുംബത്തിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്, സ്വന്തം കുടുംബത്തിക്ക് ചെലവഴിക്കേണ്ടത് മാറ്റി വെച്ചിട്ട് എന്താ ചെയ്യുന്നത്, കണ്ണ് കണ്ട സ്ത്രീകൾക്ക് വാങ്ങിക്കൊടുക്കുക. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് എന്ത് വേണമെങ്കിലും ഇട്ട് ജീവിച്ചോട്ടെ. പക്ഷെ അതൊരു പല ചാരിറ്റി ഗ്രൂപ്പിലും കേറിക്കൂടി എന്നിട്ട് പല ആണുങ്ങളായിട്ട് പരിചയപ്പെട്ട് ആ ആണുങ്ങൾ അടിയോടിക്കെ പീഞ്ഞെടുത്തിട്ട് എന്താ പറയാ, ഇനി ഒന്നും ഉണ്ടാവില്ല ഓന്റെ അത് കൊണ്ടുപോവാന്. അടിയോടൊക്കെ മാന്തിയിട്ടാ കൊണ്ടുപോണത്. എന്നിട്ടോ ഈ ആണിന്റത് മുഴുവൻ മാന്തി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആണിന്റത് ഈ ആണിനെ നിലനിർത്തിയുടെ അടുത്ത ആണിന്റത് മാന്തുക. എന്നാ ഒരാണീറ്റ് പൊരുത്തപ്പെടുകയാണെ വേണ്ടിയില്ല. ഒരു സമയത്ത് 3-4 ആണുങ്ങളത് ഇങ്ങനെ പീഞ്ഞിട്ട് ഇവരാർമാദിച്ചിട്ട് ഇവരും വരെ കുടുംബവും ജീവിക്കാം. ഇവർക്ക് വീടിന് വീട്, വണ്ടിക്ക് വണ്ടി, ഡ്രസ്സിന് ഡ്രസ്സ്, ഫുഡിന് ഫുഡ്, നട്സിന് നട്സ്, എല്ലാ കാര്യങ്ങളും ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ അതിനെ കുറിച്ചിട്ട് ആർക്കും പരാതി ഉണ്ട് എന്നല്ല പറഞ്ഞത്. അത് ചാരിറ്റിന്റെ മറവില് വേണ്ട. കാരണം ചാരിറ്റി ചെയ്യുന്ന നല്ല നല്ല ഒത്തിരി സ്ത്രീകളുണ്ട് ഇവിടെ. അവർക്കും കൂടി നിങ്ങൾ ചീത്തപ്പേരുണ്ടാക്കണ്ട. നിങ്ങൾ ആരപ്പരം പോവുക, കിടക്കുക, എണീക്കുക, എന്ത് വേണമെങ്കിലും പറഞ്ഞോളി. പച്ചക്ക് തന്നെ ഞാൻ പറയും, എന്ത് വേണമെങ്കിലും ചെയ്തോളി. ഇപ്പൊ അതിങ്ങനെ ഒരു ഗ്രൂപ്പ് ടൂറിന് വെച്ചിട്ടുണ്ട്. അതും പേരെന്ത്, ചാരിറ്റിന്റെ ഗ്രൂപ്പിലൂടെ ആർമാദിക്കാൻ. ഞാൻ അവരോട് തുറന്നു പറഞ്ഞു അവരുടെ തെറ്റുകള്. അതുപോലെ തന്നെ ഞാൻ അതിന്റെ വേണ്ടപ്പെട്ട ആളുകളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നന്മയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പോയി അത് നല്ല രീതിയിൽ ചെയ്തൂടെ. എന്തിനാണ് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ആർമാദിക്കാനും വേണ്ടിയിട്ട് ഇത്ര പണം എറിയേണ്ട ആവശ്യം എന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ അത് വാക്കല്ലേ എന്ന്. എന്ത് വാക്ക്? വാക്കല്ല അവരത്, നമ്മളുടെ നിയ്യത്താണ് നന്നാവേണ്ടിയത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ നിയ്യത്ത്. ഞാൻ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നിയ്യത്താണ് നന്നാവേണ്ടത്. അല്ലാതെ മറ്റുള്ളവർക്ക് തമ്മാടാനും വേണ്ടിയിട്ട് വേദി ഒരുക്കി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ വാക്കല്ലെന്ന്. അതിന്റെ അർത്ഥം എന്താ അറിയോ, എനിക്ക് പേര് കിട്ടണം എന്നായിരിക്കും. സ്ത്രീകളുടെ പേരുകളും കാര്യങ്ങളും
ഇൻഷാ അല്ലാഹ് ഇതൊരു വാണിംഗ് മാത്രമാണ്. ഇത് തുടർന്ന് ഇതിന്റെ ലൈവ് ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇതൊരു വാണിംഗ് മാത്രമാണ്. ഇനിയും ഇങ്ങനെ ആർമാദിക്കുകയാണെങ്കിൽ ഞാൻ ഓരോന്ന് കൊണ്ടുപോയിട്ട് ഒന്നില്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെങ്കിലും ഞാൻ കൊണ്ടുപോയിട്ട് കൊടുക്കും. ഇതാണ് എന്റെ ഭാര്യന്റെ പോക്ക്, ഇതാണ് എന്റെ ഭർത്താവിന്റെ പോക്ക്. കുടുംബം തകർക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ലൈവിൽ വന്നിട്ട് പറഞ്ഞത്, ഒരാണെങ്കിലോ അവന്റെ ഭാര്യനെ പിടിച്ചകത്തിടാൻ തയ്യാറായാൽ അതിനൊരു പ്രത്യേക കൂലിയുണ്ട്. മതി എന്റെ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞാല്. അല്ലെ എന്ത് ചാരിറ്റി പ്രവർത്തനമാണ് ചെയ്യുന്നത്? എന്ത് ഫുഡ്, അനാഥ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത്, ഇങ്ങപ്പുറം മറ്റോന്റെ പുറം ചുറ്റിക്കറങ്ങിയ പ്രേമോ? അതാണ് ചാരിറ്റി? അപ്പൊ ഇങ്ങനത്തെ വൃത്തികേട് മാത്രമായിട്ടുണ്ട് നമ്മുടെ ചാരിറ്റി പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഈ ചാരിറ്റി പ്രവർത്തനം. പല ഗ്രൂപ്പുകളും അതിനു വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തതാണ്. എന്നിട്ട് അതിലൂടെ ആർമാദിച്ച് ആണും പെണ്ണും. പണ്ടാര പറഞ്ഞത് പുരുഷന്മാര്, ഞാൻ നേരത്തെ പറഞ്ഞതൊരു പാവങ്ങളാണ്. അവര് ചിലപ്പോ ഒരു പെണ്ണ് കൊഞ്ചി കൊഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോ അവരുടെ മനസ്സിളകും. അവരുടെ അള്ളാന്റെ സൃഷ്ടി അതാണ്, അവരുടെ ഹോർമോൺ അതാണ്. അവര് പാവങ്ങളാ. പക്ഷെ അത് പരമാവധി ചില പെണ്ണുങ്ങൾ മുതലെടുത്തിട്ട് ആർമാദിച്ച് ജീവിക്കുക കിടന്നിട്ട്. അത് ജീവിച്ചോട്ടെ, പക്ഷെ ചാരിറ്റിയില് അവര് വന്നിട്ട് എന്താ പറയാ, ഞങ്ങൾ ചാരിറ്റി പ്രവർത്തകരാണ്, ഞങ്ങൾ ചാരിറ്റിയില് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു ഭിന്നശേഷി കുട്ടികളെ കൊണ്ടടക്കലുണ്ട്. അതിന്റെ ഇടയിൽ ഭിന്നശേഷി കുട്ടികളെ കൊണ്ടടക്കാൻ ഒരു ടീം വേറെ. ഈ ഭിന്നശേഷി കുട്ടികളെ കൊണ്ടടക്കുമ്പോഴാണല്ലോ കാമുകന്മാർക്കും കാമുകിമാർക്കും സംഗമിക്കാൻ കഴിയുള്ളൂ. എന്തിനും കാരണങ്ങൾ വേണമല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാനും ജനങ്ങളെ മുന്നിൽ ബോധ്യപ്പെടുത്താനും കാരണങ്ങൾ വേണം. അപ്പൊ ആ ഒരു കാരണമാണ് എന്ത് ചാരിറ്റി ഇന്ന ഗ്രൂപ്പിന്റെ പരിപാടി എന്ന് പറഞ്ഞാണ്ട് ഉള്ള പരിപാടി. ലൈവ് കട്ടാക്കാനും വേണ്ടിയിട്ട് വരുന്ന ഗോളാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പൊ കട്ടായാലും എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇതിപ്പോ എനിക്കിട്ട് പണിത് എന്നതാന്ന് എനിക്കറിയാം ആ കോള്. അപ്പൊ സുഖല്ലെങ്കിൽ ആ കോള് ചെയ്താക്കി ഞാൻ പേരൊന്നും പറയില്ല. റാഹത്തല്ലെങ്ങള് മോനെ ഇതൊക്കെ പഠിച്ച സ്കൂളിനെ പ്രിൻസിപ്പാളാണ് കേട്ടോ സീന. ഇങ്ങനെ ഒരു കോള് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. അപ്പൊ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടപ്പോ വേറെ നമ്പർ എടുത്തിട്ട് കോൾ ചെയ്യാം. ഗുഡ്, ഉഷാറായിട്ടുണ്ട്. ഏതായാലും ആ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല ആ ചെയ്തത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ അറിയാം, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആർക്ക് വേണമെങ്കിലും ആരെടുത്തുനിന്ന് എന്ത് വേണമെങ്കിലും വാങ്ങി ജീവിച്ചോളി. നിങ്ങൾ ചുരിദാർ വാങ്ങേ, ബെഡ്ഷീറ്റ് വാങ്ങേ, നെഡ്സ് വാങ്ങേ, ആ ആളടുത്തുനിന്ന് പൈസ വാങ്ങേ, ഈ ആളടുത്തുനിന്ന് പൈസ വാങ്ങേ, മതില് കെട്ടിക്കേ, പിന്നെ ഇതുണ്ടാക്കിയേ, എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളി. നിങ്ങൾക്ക് സീന ചാരിറ്റിക്ക് വന്നപ്പോ സീന ചാരിറ്റിന്ന് ജീവിക്കാനാണ് എന്നാണ് നിങ്ങളൊക്കെ പറഞ്ഞത്. ഒത്തിരി ആളുകള് സീന ഇത്രയും കാലം ചെയ്ത ചാരിറ്റിയിൽ നിന്ന് 1 രൂപ എടുത്തതായിട്ട് ആരും കണ്ടിട്ടില്ല, ആർക്കും പറയാനും കഴിയൂല. ഇനി അതിലേക്ക് 1 ലക്ഷം വന്നാലും അല്ലെങ്കിൽ അതിലേക്ക് 1 കോടി വന്നാലും സീന അതിന് 1 രൂപ എടുത്തുകൊണ്ടെന്ന് എന്നുള്ളിടത്തോളം ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ ഞാൻ നിൽക്കണോടത്തോളം കാലം ആർക്കും പറയാൻ കഴിയൂല. അത് എന്റെ സൗഹൃദങ്ങൾക്ക്, പ്രത്യേകിച്ച് എന്നെ അടുത്തറിയുന്ന ഒരാൾക്കും ഈ ഒരു കാരണത്താൽ തല കുലിക്കേണ്ടി വരൂല. പിന്നെ എന്റെ സൗഹൃദങ്ങളെ തെറ്റിക്കാനേ അതിന് നിങ്ങൾ ശ്രമിക്കണ്ട. കാരണം നിങ്ങളുടെ അഴിഞ്ഞാട്ടത്തിന് കൂട്ടു നിൽക്കാത്ത എന്റെ സൗഹൃദങ്ങളെ വിളിച്ചിട്ട് തെറി പറയാനും അല്ലെങ്കിൽ ഇങ്ങക്കടെ ഒഴിവാക്കിക്കൂടെ എന്നും പറയാൻ ആരും ശ്രമിക്കണ്ട. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, എന്റെ ചങ്കായ റസീന മുസ്തഫനെ കുറിച്ചിട്ടാണ്. അവളടുത്ത് തെറ്റ് കണ്ടാൽ ശിക്ഷിക്കാനും സാക്ഷിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. തെറ്റുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അത് തിരുത്താൻ എനിക്കറിയാം. അവൾ എന്റെ ചങ്കാണ്. അവളെ അടുത്ത് എന്ത് വന്നാലും എനിക്കറിയാം തിരുത്താനേ. പക്ഷെ എന്നിൽ നിന്ന് അവളെ അകറ്റാനേ നിങ്ങൾ ആരും തലകുത്തി മറിഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങളൊക്കെ ഇപ്പം വന്ന സൗഹൃദങ്ങളാണ്. നിങ്ങളായിട്ട് കൂട്ടുകൂടി അന്ന് തുടങ്ങി എന്റെ നാസം എന്നറിഞ്ഞില്ലേ? അല്ല, ഇതിലുള്ള ആൾക്കാരെ കുറിച്ചല്ല പറയണ്ടോ. ഞാൻ പറയുന്നവർക്ക്, ഞാൻ കേട്ടവർക്ക് മനസ്സിലാവും ഞാൻ ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത്. പക്ഷെ റസീൻ എന്നും നലി വന്നല്ല. ഓള് നല്ല പ്രവർത്തനം ചെയ്യുന്ന പെണ്ണാണ്. ഓള് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓള് ചോദിക്കാറുണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത്. അവിടെ നല്ല പ്രവർത്തനം ചെയ്യുന്ന പെണ്ണാണ്. അപ്പൊ എന്നിൽ നിന്ന് അവളെ അകറ്റി മാറ്റാ, അല്ലെങ്കിൽ ഇന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഓളെ ചൊർക്കണ്ടിട്ടല്ലേ, അല്ലെങ്കിൽ പച്ചക്ക് ഞാൻ പറയാം ഓളെ മൂട് താങ്ങിയിട്ടല്ലേ എന്ന് ചോദിച്ചു വരണ്ട. നിങ്ങൾ ഇന്റെ ഡ്രസ്സിങ്ങും അതുപോലെ ഇന്റെ സ്വർഗവും ഇന്റെ നരകവും നോക്കി നടക്കുമ്പോ സ്വന്തം കുടുംബത്തുള്ളോര് തുണി അഴിച്ച് കിടക്കണത് ശ്രദ്ധിച്ചാൽ നന്ന്. എന്റെ പിന്നാലെ ഇങ്ങനെ കൂടണ്ട.
ഇന്റെ പേടാണോ ഇന്റെ ഒറിജിനൽ മുടിയാണോ? ഞാനൊക്കെ ഓരോ പരിപാടിക്ക് പോയിട്ട് ഇന്റെ മുടിയൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങോട്ട് വലിക്കുക ചെയ്യാ. എന്ത് അത് ഒറിജിനൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഊരിപ്പോന്ന ഞാൻ വഷളാവുമല്ലോ വിചാരിച്ചിട്ട്. എനിക്ക് തന്നത് റബ്ബാണ്. അത് അവിടെ തന്നെ ഉണ്ട്. അത് ഇനി അസൂയ കാണിച്ചിട്ട് കാര്യമില്ല. എനിക്കുള്ള കുറ്റെന്താ? സെക്കോല മരം പോലത്തെ ഈ നീളും കുരങ്ങന്റെ ഈ മോന്തി കുറ്റിച്ചോല് പോലത്തെ കുറച്ച് മുടിയുണ്ട്. അതാണ് എനിക്ക് വെള്ള തെറ്റ്. ഇതിങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ചൊറിഞ്ഞിങ്ങനെ വന്നാണ്ട് ഇന്നെ കുറിച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ, അവിടെ പേടിച്ചിക്കാണ് ഇവിടെ പേടിച്ചിക്കാണ് എന്നുള്ളത്. എനിക്ക് തന്നതൊക്കെ റബ്ബാണ്. അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഒന്നും എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്റെ കാര്യങ്ങൾ നോക്കി ഇന്റെ പിന്നാലെ നടക്കുമ്പോ എന്റെ പൊന്ന് സഹോദരന്മാരെ, എനിക്ക് പറയാനുള്ള എന്താ പറയാ, ഈ ചാരിറ്റിന്റെ പേരും പറഞ്ഞ് കൂത്താടി ജീവിക്കുന്ന നിങ്ങളെ കുടുംബത്തിനൊന്ന് നന്നാക്കാൻ നോക്കി. നിങ്ങള് എന്ത് പ്രവർത്തനാണ്, എന്ത് പുണ്യമാണ് ഇത് കിട്ടാനുള്ളത്? ഒരു മിനിറ്റ്. അപ്പൊ എന്താണ് അതിലൂടെ കിട്ടാനുള്ളത്? അപ്പൊ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ നോക്കി. സ്വന്തം കുടുംബത്തിന് ഒന്ന് വീട്ടിലൊന്ന് പിടിച്ചിട്ടിട്ട് ഇത് അവിടെ ഭക്ഷണം കൊടുക്കാണ്ട് ഇവിടെ ഭക്ഷണം കൊടുക്കാണ്ട് പറഞ്ഞ് ഡെയിലി കെട്ടിക്കാനായ പെമ്മക്കളുള്ളവരും ബന്ധുക്കാരും കുടുംബക്കാരൊക്കെ ഉള്ള പല ഫാമിലികളും ഇല്ലേ? ഞാനിപ്പോ ഇതിലിങ്ങനെ തുറന്ന് പലതും പറയാൻ നിൽക്കുകയാണെങ്കിലുണ്ടല്ലോ പല കുടുംബങ്ങളും ഇന്നെ അടിച്ചു പിരിയും. ഇപ്പം പോണ ഒരു യാത്ര ഉണ്ട്. ആ യാത്രയില് നിങ്ങൾക്കറിയാം, ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളായിരുന്നു. അത് ചോദിച്ചപ്പോ 3 ആളുകളാണ് ഉണ്ടായിരുന്നത്. ആ ഗ്രൂപ്പിന്റെ ഒരു പോരായ്മ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ച്. പേര് ഞാൻ ഇപ്പൊ പറയില്ല, പക്ഷെ പറയേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് പേരടക്കെടുത്തിട്ട് ഞാൻ പറയും ആരൊക്കെ എന്തായിരുന്നു എന്നുള്ളിടത്തോളം. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു ചോദിച്ച ചോദ്യം മറ്റൊരാൾക്കത് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞതുമല്ല പറഞ്ഞു, അതിന്റെ അങ്ങേപ്പുറണ്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് എന്നോട് ചോദിക്കാണേ, അന്റെ വാപ്പ എന്റെ തല കാണുന്നതിന്റെ മുന്നേ പടി ഇറങ്ങി പോയിട്ടില്ലേന്ന്. ബാപ്പാര് മരിക്കലും എത്തീമാവലും സ്വാഭാവികമാണ്. ഞാൻ ജനിച്ച് 42-ാം ദിവസം തന്നെയാണ് എന്റെ വാപ്പ മരിച്ചത്. ഞാനും സമ്മതിക്കുന്നു. അതിന് ഞാൻ കേട്ട പഴി കുറച്ചൊന്നല്ല. അപ്പൊ ഞാൻ ഈ ഗ്രൂപ്പ് അടിമന്മാരോട് ചോദിച്ചു, ഈ 3 ആളുള്ള സമയത്ത് പറഞ്ഞത് നിങ്ങളിൽ ആരാണത് അവളോട് പറഞ്ഞത്? അവളോട് ഞാൻ ചോദിക്കണ്ടേ, നിന്നോട് ആരാണ് പറഞ്ഞത്? ആളെ വെളിപ്പെടുത്തുക. അതാണല്ല അതിന്റെ റൈറ്റ്, അതാണ് അതിന്റെ ന്യായം. നീ ആളെ പറയെന്ന് പറഞ്ഞു. പക്ഷെ ആളെ പറയുന്നില്ല. കൊന്നിട്ടാൽ ആളെ പറയില്ല. എന്ത്? അവർക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പൊ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ ഗ്രൂപ്പ് നയിക്കാൻ നിങ്ങൾക്ക് തന്റോടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിന്റെ അടിമന്മാരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾ 3 ആളും ചോദ്യചിഹ്നം പോലെ നിൽക്കുകയാണ്. രണ്ടാമത് എന്ന് പറഞ്ഞിട്ടാണ് ആളെ അവള് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് പുറത്താക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കില്ലേ? ഞങ്ങളെ പേരിൽ ചീത്ത പേരിലാണല്ലോ നിക്കണേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അതിനൊന്നും അവർക്ക് തയ്യാറല്ല. അവര് എന്നെ ഇങ്ങോട്ട് ഹലാസ് ചെയ്യാ. എന്ത്? പിന്നെ ഞങ്ങൾക്ക് നേരെ വന്നിക്കാണെങ്കിൽ വിവരം അറിയാം, അങ്ങനെ അറിയും, മറ്റതറിയാം. എന്റെ നേരെ അങ്ങനെ വരും, ഇന്റെ നേരെ എന്തോ അലക്ക വരാനുള്ളത്. പച്ചക്ക് പറഞ്ഞാല് സീന ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ ജീവിതത്തിൽ ഏത് മനുഷ്യനും വെച്ചാല് ചില സമയത്ത് വായ്പകളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങും, അതൊക്കെ തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അല്ലാതെ ഞാൻ ഒരാണിൽ നിന്നും ഞാൻ അവരായിട്ട് വീഡിയോ കോളിൽ സഹകരിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്റെ അടുത്തൊക്കെ ഉള്ളത് കണ്ടാല് വീഡിയോ കോളിലൊക്കെ ഉള്ള സഹകരണം പടച്ച റബ്ബേ. പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ, എന്റെ ചങ്കായ പലരും എനിക്കത് ഫോർവേഡ് ചെയ്ത് തരും എന്നുള്ളോടത്തോളം. എന്നിട്ട് പണം ഇങ്ങനെ പിയ്യ ആണുങ്ങളെ കയ്യിൽ നിന്ന്, ഈ പാവങ്ങൾ ഒന്നും അറിയാതെ. അപ്പം ഇന്നെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ലൈവ് വന്നിട്ടും കാര്യമില്ല. എന്റെ കട്ടക്ക് നിൽക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് സഹോദരന്മാരുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് എന്താ പറയാ, ഞാൻ ഈ നിങ്ങളുടെ അടുത്ത് 2-3 ലൈവ് എനിക്ക് വേറെയും ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് ഒന്നായിട്ട് കുഴച്ചു മറിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്തേക്ക്, ഇപ്പൊ നമ്മളെ പരിസരത്തൊക്കെ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, ഒരുപാട് വൃദ്ധസദനങ്ങളുണ്ട്, ഒരുപാട് അനാഥാലയങ്ങളുണ്ട്. അവിടെയൊന്നും പോവാൻ കഴിയാത്ത ലോങ്ങിലേക്ക് ട്രിപ്പ് വിളിച്ചിട്ട് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരു ബസ് കയറ്റി ആർമാദിച്ച് പോവാനും വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഗ്രൂപ്പ് തയ്യാറായിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞ് നിങ്ങളുടെ തെറ്റിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങളൊന്ന് തിരുത്തി എന്ന് പറഞ്ഞ്. ആരെതിർത്താലും ഞങ്ങൾ പോകുന്നു. അതെ, ആരെതിർത്താലും നിങ്ങൾക്ക് പോവാലോ. കാരണം ആർമാദിക്കാൻ ആണുങ്ങളും പെണ്ണുങ്ങളും പൈസ ഇറക്കാൻ ആളും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പോണോണ്ട് കുഴപ്പം? ഓരോരോ പൈസക്കാരങ്ങനെ പിടിച്ചിട്ട് പൈസ ഇറക്കല്ലേ, എന്നിട്ട് പൈസ ഇങ്ങനെ ഇറക്കിയിട്ട് ആർമാദിക്കാണ് ഇവര്. കാരണം ആണിനും പെണ്ണിനും സംഗമിക്കാനുള്ള ഒരു വേദി.
എനിക്ക് ഒരു ഗിഫ്റ്റ് വന്നു. ഗിഫ്റ്റ് അല്ല കേട്ടോ, ഒരു ചങ്ക് കൊണ്ടുവന്നതാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമുള്ളൂ. ഇങ്ങനത്തെ വാട്സപ്പ് കൂട്ടായ്മയെ ശക്തമായിട്ട് എതിർക്കണം. സപ്പോർട്ട് ചെയ്യരുത്. നല്ല നല്ല ഗ്രൂപ്പുകളുണ്ട്, അവരെ മാത്രം സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും സംഗമിച്ചിട്ട് ഈ പോകുന്ന ടൂറിൽ നിന്നൊക്കെ അവനവന്റെ കുടുംബത്തിനെ ഭദ്രമാക്കി നിർത്താനുള്ള കഴിവും തന്റോടവും നീ എങ്ങോട്ടടി ഇറങ്ങി പോകുന്നത് എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റം ആണുങ്ങൾ കാണിക്കണം. കാരണം എന്തുകൊണ്ടറിയോ, പെൺകുട്ടികളൊക്കെ അന്യ തറവാട്ടിക്ക് കെട്ടിച്ചു വിടാനുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. ഇത് കുറച്ച് കഴിഞ്ഞ് പ്രേമം തലേ കയറി ലാസ്റ്റ് മക്കളും വേണ്ട ഭർത്താവും വേണ്ട വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അപ്പം നിങ്ങൾ വിചാരിച്ചാൽ, ഓരോ കുടുംബനാഥം വിചാരിച്ചാൽ അവസാനിക്കാവുന്നതുള്ളൂ ഈ അഴിഞ്ഞാട്ടം. അതുപോലെ തന്നെ ഓരോ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പും തീരുമാനിച്ചാൽ മതി. ഈ മാസം ഫുഡ് കൊടുക്കുന്നത് ഈ ആൾക്കാരെല്ലാം പാടെ വിളിച്ചൂട്ടി പോവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നന്മയാണ് ഉദ്ദേശിക്കുന്ന വെച്ചാൽ നിങ്ങൾ കൊണ്ടുകൊടുത്തോളൂ. അതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിലിടാം, ഫേസ്ബുക്കിലിടാം, എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. ഒരു വർഷത്തിൽ നിങ്ങൾ സംഗമം കഴിച്ചോളി, വാർഷികം കഴിച്ചോളി, ടൂറ് നടത്തിക്കോളി. ഇത് മാസം ഇത് തന്നെ പണി. അതിനെ ആണ് ഞാൻ എതിർക്കുന്നത്. അതുപോലെ ഞാൻ എതിർക്കുന്ന ഒരു കാര്യം ഇതാണ്, ചാരിറ്റി. ഞാൻ ചാരിറ്റിക്കാരത്തിയാണ്, ഞാൻ ചാരിറ്റി ചെയ്യുന്നവളാണെന്ന് പറഞ്ഞിട്ട് എല്ലാരെ മുന്നിലും മുഖമൂടി ഇട്ടാണ്ട് ഞാൻ വലിയ ചാരിറ്റി പ്രവർത്തകയാണ് എന്ന് പറഞ്ഞിട്ട് സർവ്വ ആണുങ്ങളെയും പരിചയപ്പെട്ട് സർവ്വ ആണുങ്ങളെടുത്തുന്നു പൈസ വാങ്ങി പിരിച്ച് എന്താ പറയാ, എനിക്ക് അത് വേണം ഇത് വേണം മറ്റത് വേണം എന്ന് പറഞ്ഞ ആഡംബര ജീവിതം നയിക്കണ്ടല്ലോ. ആ ലേബിൾ ഒഴിവാക്കി കളി. എന്തിനാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആണ്ടപ്പര കിടക്കെ ജീവിക്കുക, എന്ത് വേണമെങ്കിലും ആയിക്കോളി. എന്തിനാ ചാരിറ്റിന്റെ ലേബിൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്? അപ്പൊ നിനക്കത് ചോദിക്കാൻ എന്താണ് ചോദിക്കും. അതെ, ഞാനടക്കം അതിൽ ചീത്തപ്പേര് കേൾക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിമർശനം അനുഭവിച്ച ആളാണ് ഞാൻ തട്ടട്ട പ്രശ്നം, മൊക്കനെ കുത്തിയാലും പ്രശ്നം, അയച്ചിട്ടാലും പ്രശ്നം, ചുരിദാർ ഇട്ടാലും പ്രശ്നം, സാരി ഉടുത്താലും പ്രശ്നം. എന്ത് ചെയ്താലും എന്നെ ഫോളോ ചെയ്യാനല്ലാതെ ഇവിടെ നടക്കണ അഴിഞ്ഞാട്ടം വല്ലവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഓ മതിയോള്. ഇതിങ്ങനെ എന്താ പറയാ, രാവിലെ മാറ്റി ഒരുങ്ങിട്ട് നിൽക്കുമ്പോത്തിന് കാറേറ്റ് ഇങ്ങോട്ട് വരും, കാറിലാണ് കയറ്റും, എന്നിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് ഒരു സെൽഫി അവിടെ നിന്ന് എടുക്കും. ഞങ്ങൾ പ്രോഗ്രാമിലാണ് ഉള്ളത് എന്ന് പറയുന്ന സെൽഫി അങ്ങോട്ട് എടുക്കും. അത് ഭർത്താവിനും ഫാമിലി ഗ്രൂപ്പിലേക്കാണ് സെൻഡ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് ഒറ്റ സ്കൂട്ടാവല. എന്നിട്ട് ബീച്ചിലും പാർക്കിലും മരച്ചിട്ടി പ്രേമം കാണണ്ടിയ ബഹുരസല സിനിമ കണ്ടാ പോരോ ഇത്ര ഹര ഉണ്ടാവൂല, അതിലേറെ ഹര ഉണ്ടാവും. ഒരുപാട് കോളുകൾ സിനിമ കാണുമ്പോ നമുക്ക് ഇത്ര രസം ഉണ്ടാവൂല, അതിലേറെ രസമാണ് ഓരോ വാട്സപ്പ് കൂട്ടായ്മന്റെ പരിപാടിക്ക് പോയത്. ഈ പറഞ്ഞ ഞാനും പോവാറുണ്ട്. പക്ഷെ പോയിട്ടില്ലെങ്കിൽ ഓക്ക് ജാടയാണ്, ഓള് പിന്നെ അഹങ്കാരിയാണ്, ഓള് വായാടിയാണ്, ഓളെ വിളിച്ചിട്ട് വന്നില്ല. അന്ന് വൃത്തികേടോട് ഞാനും പോവാറുണ്ട്. പക്ഷെ ഞാൻ പോവല് എന്റെ ക്യാഷ് കൊടുത്ത് എന്റെ വണ്ടിയില്. ഇനി അഥവാ എപ്പ കണ്ടില്ലെങ്കിൽ കൈ മുറിഞ്ഞിട്ട് പോരും ഈ വണ്ടി ഓടി പോണ ആളാ ഞാന്. ചില സമയത്തൊക്കെ മറ്റുള്ളവരെ സഹായം ഹെൽപ്പ് ചോദിക്കാറുണ്ട്. പിന്നെ അതില് ഒരു ചോദ്യം വീണ്ടും വന്ന്, നീയും മറ്റുള്ളവരെ കാറിൽ കയറുന്നില്ലേന്ന്. ഇന്നും ഞാൻ ഈ നിൽക്കുന്ന ഫ്ലാറ്റ് ഇവിടെ ഇരുന്നിട്ട് ഇന്നും ഞാൻ ഒരാളെ വിളിച്ചെടുത്തിട്ട് ഞാൻ ഇന്നും പോയിട്ട് ഒരു വർക്ക് ഉണ്ടാക്കിയ ആളാ ഞാന്. എന്റെ ജീവിത മാർഗം ഈ കയ്യും വെച്ച് എന്റെ നാട്ടിൽ നിന്ന് ഞാൻ വണ്ടി ഓട്ടി പെരിന്തൽമണ്ണ വന്നിട്ട് ഇവിടേക്ക് ഒരാളോട് വരാൻ പറഞ്ഞിട്ട് അതിൽ അയാളെ കൊണ്ടുപോയിട്ട് ഞാൻ മറ്റൊരു സ്ഥലത്ത് വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് ഒരു ആവശ്യമുണ്ട്, ഒരു ബിസിനസ്സാണത്, ഒരു ഫിൽറ്ററിന്റെ ആവശ്യമുണ്ട്, അതിനെക്കുറിച്ച് സംസാരിച്ചു, സെറ്റാക്കി എനിക്ക് 10 രൂപ ഉണ്ടാക്കുന്ന വഴി ഞാൻ നോക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ബിസിനസ് പരമായിട്ടുള്ള യാത്ര ഞാൻ ചെയ്യാറുണ്ട്. അല്ലാതെ ഞാൻ ഇങ്ങനെ അഴിഞ്ഞാടാനും വേണ്ടിയിട്ട് ആരെ കാറിലും കയറി പോയിട്ടില്ല. മനുഷ്യന്റെ കൈ തെറ്റുകളുണ്ടാവും, സ്വാഭാവിക. എന്റെ കയ്യിലുണ്ടാവും. ചില ആണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷെ ഇതൊരു തൊഴിലാക്കിയാണ്ട് ഭർത്താക്കന്മാരുള്ളവരും മക്കളുള്ളവരും ഇതൊരു തൊഴിലാക്കി അഴിഞ്ഞാടുന്നത് ശരിയാണോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഭർത്താക്കന്മാരെ വിഡ്ഢികളാക്കരുത്.
കാരണം വിഡ്ഢികളാക്കണ കാണുമ്പോ ആ പാവങ്ങളെ കാണുമ്പോ സങ്കടം തോന്നുക. കാരണം എന്റെ ഭാര്യ നല്ല വഴിക്കാണല്ലോ പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോ എന്റെ ഭാര്യ റോങ് ആയിട്ട് പോകുന്നത് എന്നറിയാത്ത ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഒരു അള്ളാന്റെ അടുത്തുനിന്ന് ഒരു കൂലിയും ഒരു ഒലയ്ക്കും മണ്ണാങ്കട്ടി ഒന്നും കിട്ടാൻ പോണില്ല. രണ്ട് വൃദ്ധസദനത്തിൽ ചോറെടുക്കാനും വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങി അങ്ങോട്ട് പോയിട്ട് അതുകൊണ്ടൊന്നും ഒരു എൻജോയ്മെന്റ് ഒരു തെറ്റിലേക്ക് പോവാന്നല്ലാതെ റബ്ബിന്റെ മുന്നിൽ നിന്ന് വലിയ പ്രതിഫലമൊന്നും പയ്യമ്മല് കിട്ടാനില്ല ഈ കോലത്തുള്ള കൂത്താട്ടം കൊണ്ട്. അപ്പം ഒരുപാട് സമയമായി. മിനിറ്റ് അപ്പം ആർക്കാണ് ഭർത്താക്കന്മാര് ഉള്ളത്? പേര് പറയാനായിട്ടില്ല. പേരുകളും കുറച്ച് കാര്യങ്ങളും, അത് കുറച്ച് കാര്യങ്ങൾ അത് രണ്ടാം ഘട്ടമാണ് കേട്ടോ. എനിക്ക് ഒരു ചെറിയ മെസ്സേജ് വരുന്നുണ്ട്. അത് രണ്ടാം ഘട്ട ലൈവിലുള്ള കാര്യങ്ങളാണ്. കാരണം കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്ക് ചോദിക്കാൻ ഇനിയുണ്ട്. കാരണം ആർക്കൊക്കെ ഭർത്താക്കന്മാരുണ്ട്, ഉള്ളവർക്ക് ഉണ്ട് എന്ന് പറയുന്നവര് പിന്നെ അവരുടെ ചിലവിലാണോ ജീവിക്കുന്നത്? അവർക്കെന്താ വരുമാനം? ഒരൊറ്റ രൂപന്റെ വരുമാനം ഇല്ലാത്തോലെ ഇന്ന് കേരള ചാരിറ്റിയിൽ ആഡംബരത്തിൽ ജീവിക്കേണ്ട പല പെണ്ണുങ്ങളും. 1 രൂപന്റെ വരുമാനം ഇല്ല. അതിന്റെ പുറമെ സ്വന്തം ഫ്രണ്ട്സുകളെയും കൂടി ഇതിലേക്ക് വലിച്ചെഴുക്കുക. അവനവൻ ജീവിക്കുന്ന രീതിയിലേക്ക് മറ്റുള്ളവരെയും മറ്റുള്ള പെണ്ണുങ്ങളെയും പെൺകുട്ടികളെയും ഇതിലേക്ക് നഴിച്ചിട്ട് ആ കുടുംബം പോലും ചീത്തയാക്കാനും വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരുമ്പട്ടിറങ്ങിക്ക കുറച്ച് പെണ്ണുങ്ങൾ. അതിന് ഓരോ ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി കൊടുത്തിട്ടും നമ്പർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടും ഇതാക്കി കൊടുത്തിട്ടും എന്താ രസം. ഇതൊരു എന്താ പറയാ, ഒരു മാഫിയ, പ്രേമ മാഫിയ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന്റെ ബാക്കി കുറച്ചും കൂടി എനിക്ക് എന്താ, ആദ്യം ഇതൊരു വാണിംഗ് പോലെയാണ്. നിങ്ങളെല്ലാവരും കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം. കാരണം ഇത് പരമാവധി ജനങ്ങളിലേക്ക് എത്തട്ടെ. ചാരിറ്റിക്കാന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ എങ്ങോട്ടാണ് ഇറങ്ങി പോരുന്നത്? അഴിഞ്ഞാടാനല്ലേ എന്നുള്ളിടത്തോളം അത് പച്ചക്ക് ഞാൻ പറയും ചെയ്യും. പല പ്രേമങ്ങളും പല തെളിവിന്റെ കയ്യിലുണ്ട്. പച്ചക്ക് ഞാൻ പറയും. ഓക്കെ നമ്മളെ കരീംക്ക കാണുന്നുണ്ടല്ലോ, മാഷാ അല്ലാ. ഓക്കെ കരീംക്ക, ഇതൊരു ലൈവ് ഇതല്ലോ. ലൈവ് ഇനിയും വരാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്താനുണ്ട്. പല മരണത്തെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. പക്ഷെ എല്ലാ ലൈവ് ഒരുമിച്ചാക്കണ്ട. ഓരോന്നായിട്ട് ഞാൻ പറയും. ഇത് ഒരു കുടുംബകാര്യമായത് കൊണ്ട് പല ആളുകളും വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ലൈവ് ചെയ്തത്. പല വാട്സപ്പ് കൂട്ടായ്മ ഇപ്പോഴും അഴിഞ്ഞാടാനും വേണ്ടിയിട്ട് മാത്രം ഇപ്പോഴും ടൂറ് റെഡിയാക്കി വെച്ചു കൊടുക്കുക. ആര് തകർത്താലും ഞങ്ങൾ പോകുന്നുള്ളോടത്തോളം. ആര് തകർക്കാൻ വരും നിങ്ങളത്? നിങ്ങൾക്ക് അഴിഞ്ഞാടാനും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് പിന്നെ ബുദ്ധിമുട്ട്? ഞങ്ങൾ പറയാനുള്ളത് തുറന്ന് പറയും. പച്ചക്ക് ഞങ്ങൾ പറയും. പച്ചക്ക് ഞങ്ങൾ തുറന്ന് പറയും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അഴിഞ്ഞാടാനുള്ളത് തന്നെയാണ് ആ ടൂറ് എന്നുള്ളത് പച്ചക്ക് ഞങ്ങൾ പറയും. യാതൊരു സംശയമില്ല. അല്ലാതെ ഈ പരിസരത്തൊക്കെ ഇത്തോതിലുണ്ടായിട്ട് പോരും ഇവിടെ എവിടെയും കൊടുക്കാതെ അത്ര ലോങ് തെരഞ്ഞെടുത്തിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തന്നിട്ട് അതിന്റെ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ പോലും എന്നെ കുറ്റപ്പെടുത്തല്ലാതെ തെറ്റുകൾ തിരുത്താൻ നിങ്ങൾ ശ്രമിച്ചില്ല. നിങ്ങളുടെ തെറ്റുകളെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. എന്നിട്ട് തിരുത്താൻ തെളിവ് സഹിതം ചൂണ്ടിക്കാണിക്കുന്നു അതിലുള്ള ഓരോ വ്യക്തികളെ കുറിച്ചിട്ട്. എന്നിട്ട് പോലും നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അഴിഞ്ഞാടാനല്ലാതെ പിന്നെ നിങ്ങൾ എന്തിനാണ് പോകുന്നത്? അത് തന്നെയാണ് അതിന്റെ പേര്. കുറച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എല്ലാ പേര് സഹിതം ഞാൻ വെളിപ്പെടുത്തും. കാരണം എല്ലാത്തിനും ഇല്ല ഇപ്പം പേരും കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല. ഒത്തിരി ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് പേരുകൾ പറയും സീനാന്ന്. സീന വെളിപ്പെടുത്തേണ്ട സമയം വരുമ്പോൾ ഓരോന്നായിട്ട് തന്നെ വെളിപ്പെടുത്തും. എന്റെ ലൈവ് നിങ്ങൾ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. പക്ഷെ നന്നാവാൻ ഒരു അവസരങ്ങള്, തിരുത്താൻ ഒരു അവസരങ്ങള്, ഒരു ടൈം നമ്മൾ ഏത് വ്യക്തിക്കും കൊടുക്കണം അല്ലെ?
പണ്ടൊരു ചൊല്ലുണ്ട്, ആദ്യം ചൊല്ലിക്കൊടുക്കുക പിന്നെ തള്ള. ആദ്യം ചൊല്ലിക്കൊടുക്കണം. ഇത് ചൊല്ലിക്കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ, എന്നിട്ടാണ് ഫൈനലാണ് തള്ളല്. അല്ലാതെ ഒരാളെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ലൈവിലാണ്ട് കൊണ്ടുവന്നിട്ടാണ്ട് എടുത്ത് ഫോട്ടോയും കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് വലിച്ചിട്ടിട്ട് പോലെ വഷളാക്കൽ ശരിയല്ലല്ലോ. ആദ്യം പരമാവധി നമ്മൾ ടൈം കൊടുക്കുക. ഇങ്ങനത്തെ വാട്സപ്പ് കൂട്ടായ്മക്കൊക്കെ തിരുത്താനുള്ള അവസരങ്ങൾ കൊടുക്കുക. ഇങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തി വെച്ചിട്ട് അതുപോലെ തന്നെ ഈ മൊമെന്റ് കൊടുക്കല്. സത്യം പറച്ച നായനെറിഞ്ഞ നായ ചോദിക്കിപ്പോ എന്തിനാ വൃത്തികെട്ട സാധനം കൊണ്ട് ഇന്ന എറിഞ്ഞത് എന്ന് ചോദിക്കും. അത്ര പോരാ, ഇതിനൊരു വാല്യൂ ഇല്ലാത്ത കോലാക്കി മാറ്റി. കാരണം പൈസ പിരിപ്പിക്കുക, എന്നിട്ട് ഒരു ചാരിറ്റിക്കാരന്റെ അപ്പുറം മറ്റൊരാൾ ചാരി നിന്നാ മതി. പിറ്റേന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തക, ഏറ്റവും വലിയ ചാരിറ്റിക്കാരൻ എന്ന് പറഞ്ഞിട്ട് ആദരിക്കുന്നു എന്ന് പറഞ്ഞ മൈക്കിലാണ്ട് വിളിച്ചു പറഞ്ഞിട്ട് ഭയങ്കര ആദരവ്. ഇപ്പൊ സത്യം പറയാച്ചലുണ്ടല്ലോ, ഇതൊക്കെ ഉടായിപ്പിന് കയ്യും കാലും വെച്ച് അറിയേണ്ടി വരും. പിന്നെ അതിൻ്റെ ഒക്കെ പുറമെ ഒരു രോഗിന്റെ അടുത്ത് പോവുക, രോഗിയുണ്ട് പറഞ്ഞാല് എല്ലാവരുടെ അടുത്തു നിന്നും പൈസ ഇരിപ്പിക്കുക. ആരെ കൊടുത്ത്, എങ്ങനെ കൊടുത്ത്, എത്ര കൊടുത്ത്, ഇതിനൊന്നും ആർക്കും ഒരു കണക്കില്ല. പല വാട്സപ്പ് കൂട്ടായ്മയിലും ഇപ്പൊ നിങ്ങളൊക്കെ കണ്ണിലിപ്പോ ഗ്രൂപ്പുള്ളതാവും മാത്രം പിരിപ്പിച്ചിട്ടുണ്ടാവുക. ഇതറിയാതെ PMൽ എത്ര പിരിപ്പിച്ചിട്ടുണ്ടാവും? ആരെങ്കിലും അറിയേണ്ട കണക്ക്? ജീവിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ചാരിറ്റി. അതിലേക്ക് മാത്രം ഇറങ്ങി പുറപ്പെട്ടവരുണ്ട്. എനിക്ക് ജീവിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആണുണ്ട് പെണ്ണുണ്ട്. ഞാൻ പച്ചക്ക് പറയും. അല്ലാതെ ഇവർക്ക് എന്താ ജോലി? ഇവർക്ക് എന്താ ജോലി ഉണ്ടോ? എന്താ ജോലിക്ക് പോവുണ്ടവര്? അല്ലാ പടച്ചോനെ, പ്ലാസ്റ്റർ ഇട്ട കൈയിലെ വള എവിടെ പോയി സീനാന്ന്. നിന്റെ മുത്തു മോനെ, സീന ഞാൻ 101 പവനിട്ടാൽ നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട. നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട. സീനന്റെ പൈസ കൊണ്ട് മാത്രാണ് ഇട്ടത്. നിങ്ങൾ സീന ചുരിദാറിട്ട്, സീന പണ്ടിട്ട്, സീന റീൽസ് ചെയ്ത്, സീനന്റെ നരകവും സ്വർഗമൊക്കെ സീന എടുത്തോണ്ട് മറ്റുള്ളവരുടെ അപഹരിച്ചിട്ട് സീന ജീവിക്കണ്ടോ? നിങ്ങൾ എതിർത്തോളി. ചാരിറ്റി ചെയ്ത ഏതെങ്കിലും വീഡിയോ നിന്ന് 1 രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ? സീന വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ഏവർക്കും സ്വാഗതം. ചാരിറ്റി ചെയ്യുന്നവർക്കും ചാരിറ്റി നിരീക്ഷകർക്കും ചാരിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഏവർക്കും സ്വാഗതം. നിങ്ങളതിൽ ഫണ്ട് തരണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളതിൽ കുത്തിന് നിരീക്ഷിച്ചാൽ മതി. ജോസിന്റെ പൈസ കൊടുക്കൂലേ? അപ്പോ അതിൽ കുത്തിന് നിരീക്ഷിച്ചാൽ മതി. സീന ജീവിക്കണ ഇന്ന് അതിലൂടെയാണോ എന്നുള്ളോടത്തോടൊക്കെ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ ഇന്റെ പിന്നാലെ നടക്കുമ്പോത്തിന് പിന്നെ ഇവിടെ മറ്റുള്ളവർ അഴിഞ്ഞാടുന്നത് എന്താ പറയാ കാണാതെ പോവരുത്. ശക്തമായിട്ട് പ്രതികരിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് നിങ്ങൾ പല ഗ്രൂപ്പുകളിലായാലും നിങ്ങൾ സംസാരിക്കണം, ചോദിക്കണം. എന്തിനാണ് ഈ മാസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഫുഡ് പിരിച്ചുണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ജാഥ വിളിച്ചിട്ട് ആണിനും പെണ്ണിനും സംഗമിക്കാനുള്ള വേദി ഒരുക്കുന്നു എന്നുള്ളത് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ ഓരോ ഗ്രൂപ്പിലും നിങ്ങൾ ചോദിക്കണം എന്തിനാണ് ഇങ്ങനത്തെ വേദി ഒരുക്കുന്നത് എന്നുള്ളത്. എന്നാലാണ് ഇങ്ങനത്തെ അഴിഞ്ഞാട്ടങ്ങൾ നിർത്തുകയുള്ളൂ. കാരണം നേരായ മാർഗത്തിൽ ചെയ്തു പോന്നിന് ചാരിറ്റി ഉണ്ടായിരുന്ന ഒരു കാലത്ത്. ഇന്നതല്ല. ഇന്ന് ചാരിറ്റി ഇങ്ങോട്ട് പൊട്ടി മുളച്ചിട്ടുണ്ടല്ലോ, നിൽക്കാൻ കഴിയണില്ല. അപ്പൊ നാളെ ഒരുത്തി പറയണ്ടേ, എനിക്കതിനൊന്നും സമയമില്ല, എനിക്ക് പാവങ്ങളെ സഹായിക്കാനും വേണ്ടിയിട്ട് പോവണമെന്ന്. എന്റെ അടുത്തിന്റെ വോയിസ് ഞാനിങ്ങനെ ആലോചിച്ച്, പടച്ചോനെ ചാരിറ്റി എത്ര മുട്ടി നിക്ക, എന്താ സഹായിക്കുന്നത്? ഇതുപോലെ ഓരോ സംഗമത്തിന് പോവുക, അല്ലെങ്കിൽ ഏതെ ഭിന്നശേഷി കുട്ടികളെ അടുത്ത് പോവുക, അത് കണ്ടോൻ കാറ് എന്നിട്ട് കയറ്റി കൊണ്ടുപോവുക, എന്നിട്ട് കണ്ടോരോ ചുരിദാറും കണ്ടോൻ അൽഫാമും മന്തിയും വാങ്ങി തിന്നുക. ഇതാണ് ചാരിറ്റി. അതിനിങ്ങനെ മുട്ടി നിക്കുന്ന പച്ചല് പറഞ്ഞാൽ അർത്ഥം. ഇവലൊക്കെ സംസാരം കേട്ടാണ് മറുപടി പറഞ്ഞാലുണ്ടല്ലോ പൊട്ടിത്തെറിച്ചു ചില സമയത്ത്. ചില ഗ്രൂപ്പിലേക്കൊന്നും ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. കാരണം അതിൽ ചെന്ന് എന്തെങ്കിലും പറഞ്ഞു പോയാലുണ്ടല്ലോ. അപ്പം ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകണില്ല. തുടർന്ന് എന്താ പറയാ, എനിക്ക് നിങ്ങളോട് പാലക്കാടുള്ള നമ്മുടെ പിന്നെ യത്തീംകുട്ടിയുടെ കല്യാണ വിഷയം ഒന്ന് സംസാരിക്കാണ്ട്. കാരണം അതിൽ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ചെയ്യാത്ത തെറ്റിന് അതിന്റെ സത്യങ്ങൾ പുറലോകം ഞാൻ വിളിച്ചു പറഞ്ഞതിന് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പശ്ശേരിയുള്ള കുട്ടികളെ യത്തീം മക്കളുടെ ആ വീടിന്റെ
വർക്ക്. ആ വർക്കിന്റെ കണക്കുകള് അന്നേ ഞാൻ പറഞ്ഞതാണ്. അതിന്റെ 1 രൂപ പോലും ഇല്ലാതെ അതിന്റെ കണക്കുകൾ, അത് ചെലവാക്കിയത് മുഴുവൻ ആ കുടുംബമാണ്. ഞാൻ അതിന്റെ ഒരു കാര്യത്തിന് ഞാൻ പോയിട്ടില്ല. ആ വീടിന്റെ പ്ലാന് മാത്രം ഇങ്ങനെ ചെയ്യണം എന്നുള്ളിടത്തോളം മാത്രം. പല നമ്മളെ നാസർ കുരുക്കൾക്കൊക്കെ അറിയാം. നാസർ കുരുക്കളൊക്കെ ആ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. അദ്ദേഹത്തിനൊക്കെ അറിയാം. ഞാൻ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ എത്ര ചെലവാക്കിയാലും കൃത്യമായിട്ട് കണക്ക് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കണക്കുകളൊന്ന് നിങ്ങളെ മുന്നിൽ ബോധിപ്പിക്കാനുണ്ട്. ഒരു ഫണ്ട് വന്ന ഒരു കേസാണത്. അപ്പൊ അതിന്റെ ഒരു മുള്ളാണി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് നിങ്ങളെ മുന്നിൽ ഞാൻ ബോധ്യപ്പെടുത്തു. അതിന്റെ ലൈവ് ചെയ്യണം. അത് ഇതിന്റെ മുന്നേ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. അപ്പോഴാണ് ഇത് മുന്നിൽ ചെയ്യണം എന്നുള്ള ഒരുപാട് റിക്വസ്റ്റുകൾ വന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കണം, അല്ല ഞാൻ കുടുംബം തകർന്നു വെച്ചാല് ഭർത്താക്കന്മാർ നീ എങ്ങട്ടാടി പോകുന്നത് എന്ന് ചോദിച്ച് എതിർക്കുമ്പോ ഓൽക്ക് മക്കളും വേണ്ട ഭർത്താവും വേണ്ട, ഇട്ടേച്ച് പോവാൻ അവർക്ക് താല്പര്യം. ഇന്നാലും ഞങ്ങൾ പോകും, കുടുംബം തകർന്നാലും ഞങ്ങൾ പോകും എന്നുള്ള ധാർഷ്ട്യത്തോട് കൂടിയിട്ട് നിൽക്കുക. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സംഗമിക്കാനുള്ള പ്ലാറ്റ്ഫോം പരമാവധി ഒഴിവാക്കുക. ഇപ്പൊ തന്നെ വാട്സപ്പ് കൂട്ടായ്മയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്നൂടാണ് ഇന്നത്തെ കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങള്, ഈ അടിമന്മാരും ആളുകളും അറിയാതെ ഒരുപാട് പ്രശ്നങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അപ്പോൾ അതിന്റെ ഒക്കെ പുറമെ ഇവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനുള്ള അവസരങ്ങൾ ഒരുക്കാതൊക്കെ നിങ്ങൾ അള്ളാന്റെ മാർഗത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ ഏത് വൃദ്ധസദനത്തിൽ ഇവിടേക്ക് വേണമെങ്കിലും ഫുഡ് കൊടുത്തോളി. പക്ഷെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ പരസ്പരം കാണാനുള്ള ഒരു അവസരം, സംസാരിക്കാനല്ല വെച്ചാല് ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ആരാണ് എന്താണ് എന്നൊക്കെ പരസ്പരം ഒന്ന് പരിചയപ്പെടാനും ആക്കാനൊക്കെ ഉള്ള എപ്പോഴെങ്കിലൊക്കെ ഒരു വാർഷികം കഴിച്ചോളി, അല്ലെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഇടയ്ക്ക് കഴിച്ചോളി. ഇടയ്ക്കെന്നല്ല, വർഷത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നടത്തുന്നത് നല്ലതാണ്. ഇന്ന് സീന വാട്സപ്പ് കൂട്ടായ്മ പലർക്കും അറിയാം, എത്രയോ വർഷങ്ങളായി ഇന്ന് വരെ ഒരു സംഗമം കഴിച്ചിട്ടില്ല, ഒരു വാർഷികം കഴിച്ചിട്ടില്ല. ഇതുപോലെ വൃദ്ധസദനത്തേക്ക് ഫുഡ് കൊടുക്കുന്നത് എവിടെയും കൊണ്ടുപോയിട്ട് ആരും വിളിച്ച് നടത്തിയിട്ടില്ല. അവിടെയും നടക്കേണ്ട പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കണ്ടേ. അവിടെ ആണുങ്ങൾക്ക് വേറെ ഗ്രൂപ്പ്, പെണ്ണുങ്ങൾക്ക് ഗ്രൂപ്പ് ഒന്നും സംഗമിച്ചിട്ടുണ്ടായിട്ടില്ല. പക്ഷെ അവിടെ നല്ല നേരായ മാർഗത്തിൽ നടക്കണ്ടേ. 100 രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നത് വെച്ചാൽ അത് ഹലാലായ വഴിയിലൂടെ പിരിപ്പിച്ചെടുത്തിട്ട് ഹലാലായ വഴിയിലൂടെ ചെലവാക്കുക. അല്ലാതെ മറ്റുള്ള രീതിയിലൂടെ പിരിപ്പിച്ചെടുത്തിട്ട് അത് ജനങ്ങളിലേക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. റബ്ബിന്റെ അടുത്തുനിന്ന് ഒരു പ്രതിഫലം കിട്ടൂല. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾക്കൊക്കെ മക്കളുണ്ട്, അതുകൊണ്ട് കുടുംബമുണ്ട്, അന്യ ബന്ധുക്കാർ വരാനുള്ളതാണ്. ഇപ്പം തടയിട്ടാൽ ഇത് പിടിച്ചാൽ കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളാരും വിചാരിച്ചോടത്ത് നിൽക്കൂല. പിന്നെ നമ്മളൊക്കെ ഇതിലൂടെ ഇങ്ങനെ ഔട്ട് ചെയ്യേണ്ടത് എന്താവും അറിയോ? ചാടിപ്പോയി, മക്കളിട്ടേച്ച് പോയി, അല്ലെങ്കിൽ ഭാര്യനിട്ടേച്ച് പോയി, ഇതൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ കേൾക്കേണ്ടി വരിക. അപ്പൊ അതിന് അവസരം കൊടുക്കാതെ വെക്കുക. അവനവന്റെ ഭർത്താവിനെ, അവനവന്റെ ഭാര്യനെയും അവനവൻ സംരക്ഷിക്കാൻ പഠിച്ചാൽ ഇതിനൊക്കെ ഒരു തടടാൻ കഴിയും. ഞാനിപ്പോ ഇങ്ങനെ വന്ന് പറഞ്ഞു വെച്ചിട്ടൊന്നും ഇത് നിർത്തിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങളെല്ലാരും മുന്നിട്ട് ഇറങ്ങുക. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകണില്ല. നേരത്തെ ഒരു പാട്ടിട്ട മാതിരി ഇനിയിപ്പോ നെഞ്ചത്തേക്ക് കുത്തി ഇറക്കിയാണ്ട് ഇനി എങ്ങട്ടാ പോടുക, അതൊക്കെ ഒന്നുകൂടി പാടാ പാട്ട്. അപ്പൊ ബോറടിക്കാതൊക്കെ നല്ല ഈ പാട്ട്. ഇതാണ് സത്യം ഇവിടെ നടക്കുന്നത്.